തെരഞ്ഞെടുക്കപ്പെട്ട വളാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഹസീന വി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് വളാഞ്ചേരിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ വളാഞ്ചേരി മാതൃക എന്ന് പറയുമ്പോൾ വളാഞ്ചേരിയിലെ മാതൃക ഒരു മാതൃകയുള്ളത് പെയിൻ ആൻഡ് പാലിയേറ്റീവ്. പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട ഗഫൂർ ഉൾപ്പെടെ സാലി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. ജനുവരി 15 എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവ് ഡേ ആണ്. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ കൗൺസിലർമാരും ആ പാലിയേറ്റീവ് ഡേയുടെ പോസ്റ്റർ പ്രകാശനം ചടങ്ങും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. കാരണം അതിന്റെ വിപുലമായിട്ടുള്ള പരിപാടി ഇവിടുത്തെ വിശിഷ്ട വ്യക്തികളൊക്കെ ആശംസകൾ അർപ്പിച്ചതിന് ശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ കൂടി തുടങ്ങിയിട്ടാണ് വളാഞ്ചേരി നഗരസഭയുടെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഒട്ടേറെ വിശിഷ്ട വ്യക്തികളുണ്ട്. വളരെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞ മുനിസിപ്പൽ സമിതി നടപ്പിലാക്കിയ ഒരുപാട് പദ്ധതികൾ പറയേണ്ട സമാനതയില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തി വളരെ നല്ല നിലയിൽ മുനിസിപ്പാലിറ്റിയുടെ പദ്ധതികൾ അതിൻ്റെ തുടർച്ച ആണ് ആശീർവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാതൃകയുണ്ട്. അത് തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അത് നടത്തിക്കൊടുക്കാൻ
ഭരണസമിതി നമ്മുടെ ജനങ്ങളുടെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നമ്മുടെ ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് പുതിയ വികസന പാത തെളിയിക്കണം. പുതിയ വികസന സ്വപ്നങ്ങൾ നടത്തണം. ഭരണസമിതിയുടെ സ്വപ്നം 25 വർഷം ഒരുപാട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ വളാഞ്ചേരി കുറിച്ചാൽ തന്നെ ഇനി മാറ്റാൻ നമുക്ക് കഴിയണം. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭരണസമിതി നടക്കേണ്ടത്. അതിനായ സാങ്കേതിക ശാസ്ത്രങ്ങളുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുക. ഓടി ജയിച്ചതല്ല, കളിച്ചു ജയിച്ചതല്ല, ജനം ജയിപ്പിച്ചു വിട്ടതാണ്. അവരോട് നീതി കൊടുക്കാൻ കഴിയും. പക്ഷെ ഞാൻ നിൽക്കുന്നത് പെയിന്റ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി തന്നെയാണ്. നേരത്തെ മുൻ ചെയർമാൻ സൂചിപ്പിച്ചു, സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ രീതിക്ക് ഒരു പാലിയേറ്റീവ് അസോസിയേഷൻ. അതിന്റെ ഗവൺമെന്റ് സംവിധാനം കൂടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും 34 ജനപ്രതിനിധികളുടെയും പ്രത്യേകമായ ശ്രദ്ധ അതിലേക്ക് വേണം. ഈ വർഷത്തെ പാലിയേറ്റീവിന്റെ മുദ്രാവാക്യം സാർവത്രിക പാലിയേറ്റീവ് പരിഹരണം അയൽപ്പക്കത്തുണ്ടായിരുന്നതാണ്. ആ അയൽപ്പക്ക കണ്ണികളെ ഒത്തുചേർത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ കിടപ്പിലായവർക്ക് പ്രയാസം ചേർത്തുപിടിക്കാൻ നിങ്ങൾ കഴിയണം. നിങ്ങളുടെ നാട്ടിലെ റോഡും തോടും വെളിച്ചവും നല്ല വികസനം മറിച്ച് ആരോഗ്യകരമായ ഒരു ജനത ഇവിടെ വേണം. അതാണ് മുന്നോട്ട് പോകാൻ കഴിയണം. അസീനയെ പ്രോത്സാഹനം തന്നെ മർദ്ദയോടെയാണ് ഞാൻ മത്സരിച്ചതും കഴിഞ്ഞ വർഷം നമ്മുടെ വാർഡുകളിൽ നടന്നതും. അതുപോലെ തന്നെ ഇനിയും തുടരും എന്നാണ് തീരുമാനം. അതുപോലെ നമ്മളെ കൗൺസിലർമാരെ കൂട്ടി യോജിപ്പിച്ചിട്ടും അതുപോലെ മുൻഗാമികളായ ആളുകളുടെ ആ പാത പിന്തുടരാനും തന്നെയാണ് തീരുമാനം. ഞങ്ങളുടെ കൂടെയുള്ളവരുടെ ആത്മാർത്ഥ സഹകരണം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ വാർഡിലെ ജനങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കഴിഞ്ഞ 5 വർഷത്തെ നമ്മൾ അവരെ കൂട്ടിച്ചേർത്തതിൻ്റെ അത് ചേർത്ത് നിർത്തിയിട്ടുണ്ട് അവർ തന്നെ. ഇനി ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞ ഭരണസമിതി ഞാൻ ഉൾപ്പെട്ട ഭരണസമിതി കുറേയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച നടത്തുവാനും അതുപോലെ പുതിയ മുനിസിപ്പൽ സമുച്ചയം അടക്കമുള്ള കാര്യങ്ങളും അതുപോലെ പുതിയ കാര്യങ്ങൾ ഇനി ഉണ്ടാവുകയാണ്. അപ്പോൾ അതിന് എല്ലാവരെയും നമ്മൾ മറ്റുള്ളവരോടും കൂടി ആലോചിച്ചിട്ട് പുതിയ സംവിധാനത്തിനോട് തീരുമാനിച്ചിട്ട് നമ്മളെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ കുറേ കാര്യങ്ങൾ ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തതും അതുകൊണ്ടാണല്ലോ. അപ്പോൾ അവർക്ക് ചേർത്തി നിർത്തിക്കൊണ്ട് തന്നെ ഉള്ള കാര്യങ്ങളാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്.